നിങ്ങളെല്ലാവർക്കും ജോയ് ശ്യാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബോസ്നിയയുടെ ഒരു പ്രധാനപ്പെട്ട റിവറായ ബോസ്നിയ റിവറിൻ്റെ കാഴ്ചകളാണ്. നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു വില്ലേജാണ്. ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ. ഒരു മലിൻ്റെ മുകളിലായിട്ടാണ്. മലിൻ്റെ മുകളിൽ താഴോട്ട് ഇങ്ങനെ താഴ്വരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം ഒലിക്കുന്ന ഒരു ചെറിയൊരു ടബ് ഉണ്ട്. എവിടുന്നോ പൈപ്പിൽ വെള്ളം വരികയാണ്. അതിങ്ങനെ ചെറിയൊരു മരത്തിൻ്റെ ഒരു പാത്തി പോലത്തെ അതിലിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടൊക്കെയാണ്. അങ്ങനെ മരക്കഷ്ണം മൂടി വെച്ചൊരു താർപ്പായ ഉണ്ടല്ലേ, താർപ്പായ അതിൻ്റെ മുകളിൽ പാറിപ്പോകാതിരിക്കാൻ വേണ്ടി കുപ്പിയിൽ വെള്ളം നിറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു നല്ലൊരു വാലിയാണ്. ഭയങ്കര രസമുണ്ട്. കാരണം എനിക്കൊന്ന് കുറച്ച് സമ്മറാകുമ്പോൾ എനിക്ക് കൂടുതലനുസരിച്ച് ഈ കാണുന്ന പച്ചപ്പൊക്കെ കുറച്ചൊരു കൂടുതലുള്ളൂ. ഭയങ്കര ഭംഗിയാണ്. ഇവിടെ വീടുകളിലെ ഒരു റൂഫിൻ്റെ ഒരു കളറും കൂടി ആ ഒരു ഭംഗിനെ ഒന്നുകൂടി ഒരു മികച്ചതാക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അതിൽ പോകുമ്പോൾ കണ്ടൊരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പുറത്ത് നല്ലൊരു വലിയൊരു മല ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് സ്നോ ഉണ്ട്. വിൻ്ററൊക്കെ കഴിയാനായതുകൊണ്ടാണ് കുറച്ച് സ്നോ മാത്രം. അല്ലെങ്കിൽ അത് വിൻ്ററിലൊക്കെ ആണെങ്കിൽ ഫുൾ സ്നോ കവേർഡ് ആയിരിക്കും. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ബോസ്നിയയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റിവറായ ബോസ്നിയ റിവർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോസ്നിയയിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ റിവറാണ് ഈ ബോസ്നിയ റിവർ എന്ന് പറയുന്നത്. ഏകദേശം 252 കിലോമീറ്ററോളം നീളമുള്ളൊരു റിവറാണിത്. ജാവറീന സ്നോ മൗണ്ടൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളൊരു ബോസ്നിയ എന്ന് പറഞ്ഞൊരു റിവർ കാണാൻ വേണ്ടി വന്നതാണ്. അത്യാവശ്യം സരേബിന് അടുത്ത് തന്നെയായിട്ടുള്ള ഒരു റിവറാണത്. ഞങ്ങളിപ്പോൾ വന്ന് നല്ലൊരു പാർക്കിൻ്റെ ഉള്ളിലുള്ള റിവറാണ്. നല്ല രസമാണ് കാണാൻ. മൊത്തം ഒരു പച്ചപ്പാണ്. അപ്പോൾ ഇപ്പം തന്നെ നല്ല പച്ചപ്പാണെങ്കിൽ സമ്മറിലൊക്കെ ഒറിജിനൽ നല്ല പച്ചപ്പായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതിന് എൻട്രൻസ് ഫീ എന്നത് 2 KM ആണ്. ഇവിടുത്തെ പൈസേൻ്റെ പേരാണ് KM എന്ന് പറയുന്നത്. പിന്നെ പാർക്കിങ്ങിന് 1 മണിക്കൂറിന് 2 KM വരെയും കൊടുക്കണം. ഈ റിവറിന്റെ ബോസ്നിയ റിവറിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ അതിൽ അരണ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അരണ്യങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമാണ് സംഭവം. അത്യാവശ്യം വലിയൊരു റിവർ തന്നെ കേട്ടോ. അതിന് ഒരു സ്ഥലത്തൂടെ വന്നിട്ട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പല ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു പാർക്കിന്റെ ഒരു വലിയ മരങ്ങളുള്ള ഒരു പാർക്കിലാണുള്ളത്. ബാക്കിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല യെല്ലോ കളറുള്ള പിന്നെ ഇലകളൊക്കെ ഉള്ള മരങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗി തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു പാർക്കാട്ടോ. ആ ഒരു നദിയും ഒരു പാർക്കും പിന്നെ ഒരുപാട് വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനിടയിൽ ഈ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ട് നിലത്തൊക്കെ. പിന്നെ കളർഫുൾ ആയിട്ടുള്ള ട്രീസ് ഉണ്ട്.
പിന്നെ കളർഫുൾ ലീവ്സ് ഉള്ള മരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഭംഗി തന്നെയാണ് ഇവിടെ വരാൻ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് സെരവയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. അധികം ദൂരമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ഒരു 20-30 കിലോമീറ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. സമ്മറിലായിരിക്കും ഇത്രയും ഒരു ഭംഗി ഉണ്ടാവാൻ തോന്നുന്നത്, കാരണം വിന്ററിലാകുമ്പോൾ മരങ്ങളൊന്നും അത്ര ഒരു പച്ചപ്പല്ല. ഇപ്പോഴും വിന്ററിലെ ഒരു എഫക്റ്റ് മാറിയിട്ടില്ല, എന്നാലും കുറേയൊക്കെ ഒരു പച്ചപ്പുണ്ട്. ഈ പാർക്കിൽ കൂടെ ഒരുപാട് നടക്കാൻ കേട്ടോ, ഒരുപാട് ഇങ്ങനെ പല സ്ഥലത്ത് നമ്മൾ ബ്രിഡ്ജ് വഴി ഈ റിവർ ക്രോസ് ചെയ്യണം. അപ്പോൾ സെയിം റിവർ തന്നെയാണ് ഓൾമോസ്റ്റ്, അതിങ്ങനെ ഡൈവേർട്ടായി ബ്രാഞ്ചസ് ആയി പോവാണ്. പിന്നെ മരത്തിന് ഒരുപാട് ബ്രിഡ്ജുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും, അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ കയറിയിട്ട് വേണം ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് മരത്തിന് ബ്രിഡ്ജുകൾ ഒരു 5-6 എണ്ണം തന്നെ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുണ്ട്, പിന്നെ ഒരുപാട് ദൂരം ഇതിൻ്റെ സൈഡിൽ കൂടി നടക്കാനുള്ള വഴികളുണ്ട്. കുട്ടിക്ക് കളിക്കാനുള്ള ഒരുപാട് പിന്നെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കൂടെ ഉള്ളതാണ് നമ്മൾ വികലാംഗരായ ആൾക്കാരൊക്കെ ഇതിൽ ഊഞ്ഞാലാടാനുള്ള ഒരു സൗകര്യം. നല്ലൊരു സൗകര്യമാണ്, നല്ലൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വേണ്ട ഒരു സൗകര്യമാണ്. അവരൊക്കെ അവർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിർത്തലാണ് ചെയ്യല്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു സൗകര്യം ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. ഇതിനെ കുറച്ച് താഴ്ഭാഗത്താണ്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് നല്ല വീതിയിൽ ഇത് വരുന്നുണ്ട്, പല ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പല ബൈക്കാണ് ഇത് വരുന്നതും ജോയിൻ ആവുന്നതും. ഓക്കെ, റിവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോയത് ബോസ്നിയ നഗരത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ കുറച്ച് ചുരം പോലെ ഒരു റോഡൊക്കെ കയറി അതിന് മുകളിലെത്തിയാൽ കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. ഞങ്ങൾ ഈ സെരേവന്റെ ഒരു വ്യൂ കാണുന്ന ഒരു മലന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. സെരേവ എന്ന നഗരത്തിന്റെ ഒരു ഫുൾ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം തൊട്ടപ്പുറത്തായിട്ട് മരിച്ചവരെ അടക്കിയ ഒരു സ്ഥലവും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ച ആൾക്കാരായിരിക്കും അവിടെ അടക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഒരേ രീതിയിലുള്ള കല്ലുകൾ വെച്ചിട്ട് ഒരുപാടെണ്ണം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ സെരേവയുടെ സിറ്റിയുടെ ഒരു മുഴുവൻ കാഴ്ചകൾ കാണാൻ പറ്റും. കൂടുതൽ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് അധികം കാണാൻ പറ്റില്ല. കൂടുതലും പഴയ കാലത്ത് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ഓറഞ്ച് കളറുള്ള റൂഫുള്ള വീടുകളൊക്കെ നമുക്ക് കൂടുതലും ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം കുറച്ചുകൂടി ഒരു സൺസെറ്റിന്റെ ടൈം ആയപ്പോൾ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. വളരെ ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. സൺസെറ്റിന് മുൻപ് കുറച്ചൊരു വെയിലടിച്ചിട്ട് അത്ര ഒരു ഭംഗിയില്ലായിരുന്നു. ഇപ്പം സണ്ണൊന്ന് താഴ്ന്നതോടുകൂടി നല്ലൊരു ഭംഗിയായിട്ട് കാണാൻ. ഇപ്പം ചെറുതായിട്ടൊരു മഴയും പെയ്തിരുന്നു ഇവിടെ. അതൊക്കെ തോർന്നു വന്ന് ഒരു നല്ലൊരു ഫീലുള്ള ഒരു സമയമാണ് ഇപ്പോൾ. ബോസ്റ്റൺ സീരീസിൽ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയോ മറ്റോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.